രാത്രിയിൽ ഒളിച്ചെത്തുന്ന പിച്ചളയെ കണ്ട് കുട്ടിമണി പേടിക്കുന്നു. കുറച്ച് പണം കൊടുത്ത് അവനെ ഒപ്പം നിർത്താൻ ഞാൻ രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന് മതികല. കുഞ്ഞുമണി കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബാലൻ. സീതയെ സത്യം വിശ്വസിപ്പിക്കാനാവാതെ ബാലൻ ഭ്രാന്തമായ മാനസികാവസ്ഥയിലെത്തുന്നു. കുഞ്ഞുമണി തന്നെയാണ് സീതയുടെ കുഞ്ഞെന്ന് വനജയെ വിശ്വസിപ്പിക്കാൻ ശകുന്തള ശ്രമിക്കുന്നു. മതികലയുടെ നിർദ്ദേശപ്രകാരം വയലോരം വീട്ടിലെത്തുന്ന അഡ്വക്കേറ്റ് വീരമണിയുടെ സംസാരം തുടർന്ന് ഞാൻ പറഞ്ഞത് ചവിട്ടി പുറത്താക്കണമെന്ന്. മക്കളെ വിഷമിക്കാതെ, ഇത് അപ്പച്ചമ്മ ശരിയാക്കി തരാം. ആർക്കാടാ ഇവിടെ കാശ് വേണ്ടത്? ഈ നിൽക്കുന്ന വക്കീലിന് അപ്പച്ചമ്മ. എത്ര രൂപ വേണം തനിക്ക്? മിസസ് രവിയെ സോറി മതികളെ രക്ഷിച്ചാൽ മിസ്റ്റർ മഹാദേവൻ തമ്പിയുടെ സ്വത്തിന്റെ 10%. അതായ എഗ്രിമെന്റ്. അതവിടെ നിൽക്കട്ടെ. ഈ നിൽക്കുന്ന സാധനത്തെ തിരിച്ച് ജയിലിൽ പറഞ്ഞു വിടാൻ തനിക്ക് എത്ര രൂപ വേണം? അല്ല മാഡം, മിസസ് മതികളെ രക്ഷിക്കേണ്ട ചുമതല എനിക്ക്. പ്രതിഭാഗം വക്കീൽ, വാദിഭാഗത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇവള് ജയിലിൽ കിടക്കണം, അതേ എനിക്ക് വേണം. പ്ലീസ് ഇങ്ങനൊന്നും പറയല്ലേ. നീ പോടി. ഇവളെ രക്ഷിച്ചാൽ തനിക്ക് കിട്ടാൻ പോണത് ഇവളുടെ തന്തയുടെ സ്വത്തിന്റെ 10%. ഇവളെ അങ്ങ് തൂക്കിക്കൊല്ലാമോ? ഈ വയലോരം വീട്ടിന്റെ 100% ഞാൻ തന്നേക്കാം. എല്ലാരും കൂടെ എന്നെ കളിയാക്കുകയാണോ? കോടതിയിൽ മണിക്കൂറിന് ലക്ഷങ്ങൾ വരെയുള്ള വക്കീലാ ഞാൻ. പറയട്ടെ, എന്നിട്ടാണോ താൻ വയലോരം വീട്ടിൽ വന്ന് നാടകം കളിക്കുന്നത്? ഇറങ്ങി പോടാ കണ്ടി. കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്. ഓ, അത് കാണാൻ വേണ്ടി ഞാൻ കണ്ണും തുറന്നിരിക്കാം. അനുഭവിക്കും. എന്നെ അപമാനിച്ചതിന് നീ അനുഭവിക്കും. ഇതിനാണ് പണ്ടുള്ളവര് പറയുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടാണ്. അതൊക്കെ ശരിയാ അപ്പച്ചമ്മ. വക്കീലിന്റെ വരവോടെ ഇവളുടെ സകല നാടകവും ഇപ്പൊ പൊളിഞ്ഞു. ഇനിയിപ്പോ 2 ഓപ്ഷനേ ഇവൾക്കുള്ളൂ. ഒന്നുകിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ എന്നെന്നും ഈ വയലോരം വീട്ടിലെ അടിച്ചു തളിക്കാരിയായിട്ടങ്ങ് ജീവിക്കുക. എന്ത്? എന്റെ വിധി, എന്റെ ദുർവിധി. ആ വക്കീലിനെ ശിവയുടെ ആൾക്കാർ വിലക്കെടുത്തതാ. അപ്പച്ചമ്മേ, നമ്മുടെ ഇവിടുത്തെ ബാത്റൂമിനൊന്നും തീരെ വൃത്തിയില്ലാതായല്ലോ. ശരിയാണല്ലോ മക്കളെ. എനിക്ക് എന്താ ഈ കാര്യം നേരത്തെ തോന്നാതിരുന്നത്? അതാ ഇവിടെ നിനക്ക് ഇത്തിരി ജോലിയുണ്ട്. വേഗം ചെല്ല്. തമിഴ് സിനിമയിലെ നടന്മാര് വരെ ചെയ്യുന്ന ജോലിയാ. ചെല്ലടി. ബാത്റൂം മുഴുവനും വൃത്തികേടായി കിടക്കുക. അതൊന്ന് വൃത്തിയാക്കി. ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. വീട്ടിൽ നിൽക്കുന്ന ശത്രു എത്ര ദുർബലനാണെങ്കിലും ഉണ്ടല്ലോ, അത് ദ്രോഹം ചെയ്യുള്ളൂ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ നകുലൻ. നകുലിനിരിക്കെ.
നിന്നോളാച്ചോ. ഫോണിൽ കൂടെ ഒരു സ്തുതി ഞാൻ അങ്ങോട്ട് അറിയിച്ചായിരുന്നു. നിന്റെ സ്തുതി അപ്പൊ തന്നെ ഞാൻ മടക്കി. നകുലം പറഞ്ഞില്ലേ? ഓ പറഞ്ഞേ. പക്ഷേ പാവികളോടൊക്കെ പൊറുക്കണമെന്നല്ലേ ചോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതേ കർത്താവ് തന്നെ ദുഷ്ടന്മാരെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാനൊരു 100 അടി തരാം, എന്നിട്ട് നിന്റെ പാപവും പൊറുക്കാം. കുഞ്ഞിനെ കിട്ടിയച്ചോ? ആ, തെക്കുംഭാഗം ഇടവകയിലെ ഒരു യോഹന്നാന്റെ കുടുംബത്തെ ഞാൻ കുറച്ച് ദിവസമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ പേര് അത് തന്നെയാണെന്നാ തോന്നുന്നത്. ആയിരിക്കും. നിയമപരമായ രേഖകളൊന്നുമില്ലാതെ അയാളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ചുറ്റുപാടുകളൊക്കെ ഞാൻ അന്വേഷിച്ചു. അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതരം ഒറ്റപ്പെട്ട ജീവിതമാണ്. ഭർത്താവും ഭാര്യയും കുഞ്ഞും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ പിടിപാടുള്ള കക്ഷിയാണ്. കുഞ്ഞിനെ മാമോദിസ മുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ വലിയ ആൾക്കാരാ സഭയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ പിന്നെ ആ യോഹന്നാൻ തന്നെ ഈ യോഹന്നാൻ. ആ എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചയാളും വലിയ പിടിപാടുള്ള ആളാ. അത് നിനക്കെങ്ങനെ അറിയാം? യ്യോ, എന്റെ അച്ചോ, കുഞ്ഞിനെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അയാളോട് പറഞ്ഞു പുലുവാലായ ഞാൻ തടി ഊരും. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാവോ? അയാൾക്ക് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ടെന്ന്. കുഞ്ചക്കാടൻ അച്ഛനെ ഏതോ കേന്ദ്രമന്ത്രി വരെ വിളിച്ചെന്നല്ലേ പറഞ്ഞു? കേന്ദ്രമന്ത്രി അല്ലച്ചോ, മുൻ കേന്ദ്രമന്ത്രി. പഴയതായാലും പുതിയതായാലും കേന്ദ്രമന്ത്രി തന്നെയാണല്ലോ. അപ്പൊ പിന്നെ പിടിപാട് ഉറപ്പാ. ഈ പറഞ്ഞ ആളുടെ അഡ്രസ്സ് ഒന്ന് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ പറയിച്ചോളാം. ആ, അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. ഉത്തരവാദിത്തം കൈവിട്ട് ഞങ്ങളൊന്നും ചെയ്യേയില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ എന്തായാലും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അതിനെ കൊണ്ടുപോയവരെ ഈ സാത്താൻ അറിയാമല്ലോ. അറിയാച്ചോ, അറിയാം. പോളച്ചൻ നിങ്ങളെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ തന്നെയാണോ ഈ പറയുന്ന യോഹന്നാനെന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സംസാരവും വഴക്കും ഒന്നും വേണ്ട, നേരെ ഇനി പോരുക. കാര്യങ്ങൾ പോലീസിൽ അറിയിക്കാം. അവർ വന്നു കുട്ടിയെ നിയമപരമായി ഏറ്റെടുത്ത് നിങ്ങൾക്ക് തരട്ടെ. അച്ചോ, അപ്പൊ പിന്നെ ഞാൻ പെട്ടുപോകത്തില്ലയോ? പെടട്ടെ, നീയൊക്കെ അകത്ത് കിടക്കുന്നതാ നല്ലത്. അതുള്ള ചതിക്കല്ലേ. താൻ പേടിക്കണ്ട, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ താൻ ഈ കേസിൽ പ്രതിയാവില്ല, മാപ്പ് സാക്ഷിയാവുള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. ഇത്രയും ദയ പുരോഹിതരായ ഞങ്ങൾക്ക് പോലും തോന്നുന്നില്ല ഇയാളോട്. പോട്ടച്ചോ, ഇയാളുടെ സഹായമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലത്തും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ആ, നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ. ഞാൻ അച്ഛനോട് 1-2 കാര്യങ്ങൾ സംസാരിക്കട്ടെ. ശരി അച്ചോ, ഞങ്ങൾ വരട്ടെ അച്ചോ. ഓ, അച്ഛോ, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് അവരൊന്നും തോന്നുന്നു അല്ലേ അച്ഛോ? എന്നാലും സൂക്ഷിക്കണം. ഗീവർഗീസിനെ പോലെ ഒരാളെ മെരുക്കി ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും ഒരു പുണ്യാളനാവില്ല. കരുത്തനായിരിക്കും, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. സീതയുടെ കുഞ്ഞിനെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നതെങ്കിൽ താൻ പേടിക്കേണ്ട ഗീവർഗീസെ. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ താൻ പ്രതിയുമാവില്ല, മാപ്പ് സാക്ഷിയുമാവില്ല. അപ്പൊ പിന്നെ ഞാനാണോ വാദി? ഒരിക്കലുമല്ല. കുഞ്ഞിനെ കിട്ടിയ ആളെ താ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം ഞാൻ കുഞ്ഞിനെ പൊക്കിയിരിക്കും. അച്ഛനല്ല, സാക്ഷാൽ കർത്താവ് തന്നെ മുന്നിൽ വന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോയിരിക്കും. പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഹൈ റേഞ്ച് വിട്ട് ലോ റേഞ്ചിലെത്തിയിരിക്കും. നകുലനാ പറയുന്നത്. മിടുക്കൻ, മിടുമിടുക്കൻ. നീ ധൈര്യമായിട്ടിരിക്കും, ഈ അച്ഛനുണ്ട് കൂടെ. ആ, അപ്പോ പോകാം. ഓ ഓ, കേറിയാട്ടെ. അല്ല, ജലജാഗത്തിൽ ഉണ്ടുണ്ട്. രാഹുലിനെ വിളിച്ചോണ്ടിരിക്കുക. അവൻ വന്നാലേ കുട്ടിമണിയെ വെറുക്കാൻ പറ്റുമെന്ന് മോൾ ഓതിക്കൊടുത്തു സാറേ. അല്ല, കുട്ടിമണിയോട് നന്മ ആഗ്രഹിക്കുന്ന ആളാണ് അയാളെന്നല്ലേ ശീലാവതി പറഞ്ഞത്? പിന്നെന്തായാലും മാറി നിൽക്കുന്നത്? ഒക്കെ ഒരു സെറ്റപ്പാ സാറേ. തള്ളയും മോളും കൂടെ കുറെ നാടകം കളിച്ചതല്ലേ, ഇനിയിപ്പം നമ്മുടെ നാടകത്തിൽ അവരഭിനയിക്കട്ടെ. ശരി ശരി, എന്റെ വക ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കൂടെ ആയിക്കോട്ടെ. ഇനി തൂത്തുവരലൊക്കെ പിന്നെ. സാർ ധൈര്യമായി അകത്തോട്ട് പോയാട്ടെ. ഈ ശീലാവതി പിന്നാലെയുണ്ട്. കോർട്ട് ഓർഡർ സ്റ്റേ ചെയ്തെന്നോ? താനൊക്കെ എവിടുത്തെ വക്കീലാടോ?
ഞാൻ സ്റ്റേ വാങ്ങിച്ചതിന് വക്കീലിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ജലജ. ചീത്ത വിളിക്കേണ്ടതേ ഈ നാട്ടിലെ പരമോന്നത നീതിപിടുത്തയാണ്. നീതി നിഷേധിക്കാത്ത ജുഡീഷ്യറിയാ. താൻ സ്റ്റേയോ എന്ത് മണ്ണാങ്കട്ടയോ വാങ്ങിച്ചാലും എനിക്ക് പേടിയില്ല. തന്നെ ഇറക്കി വിടാൻ എനിക്കറിയാം. എങ്കിൽ കാണട്ടെ നിന്റെ ധൈര്യം. ഓ മറന്നു, വീരശൂര പരാക്രമിയായ ജലജകുമാരിയെ മര്യാദ പഠിപ്പിക്കാൻ ഒരു പുതിയ അവതാരത്തെ ദൈവം നേരിട്ടിറക്കിയിട്ടുണ്ടല്ലോ, കുട്ടിമണിയെ. അവൾ നിന്റെ അഹങ്കാരം മുഴുവൻ തീർത്തുന്നാ ഞാൻ അറിഞ്ഞത്. അവള് മടുത്തിട്ട് കഷ്ടപ്പെടുത്തുക സാറേ. ടെൻഷൻ കാരണം മാഡം അങ്ങ് കോലം കെട്ടുപോയി. അല്ലേ മാഡം? നമുക്ക് കുട്ടിമണിയെ സാറിന്റെ കൂടെ പറഞ്ഞു വിട്ടാലോ? സാർ കൊണ്ടുപോയി കളയട്ടെ. കുട്ടിമണി ഒന്ന് കാണാൻ പോലും ഞാൻ ഇയാളെ അനുവദിക്കില്ല. നിന്റെ സമ്മതമില്ലാതെ തന്നെ ഈ വീടിന്റെ മുക്കിലും മൂലയിലും കയറാൻ അവകാശമുള്ളവനായി ഈ ഞാൻ. കോർട്ട് ഓർഡറിന്റെ കോപ്പി കാറിൽ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരണോ? താക്കോൽ തന്നാ ഞാൻ പോയി എടുത്തോണ്ട് വരാം സാറേ. അതിന്റെ ഒന്നും ആവശ്യമില്ല ശീലാവതി. നിന്റെ മാഡത്തിന് ഇപ്പൊ കാര്യം പിടികിട്ടി. ഇനി കുട്ടിമണിയെ ഞാൻ കാണുന്നതിൽ എതിർപ്പുണ്ടാകും. ഇറങ്ങി പോടോ ഇവിടുന്ന്. പോകാം. നിന്റെ കൂടെ പൊറുക്കാനൊന്നുമല്ല ഞാൻ വന്നത്. ചിലതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ തന്നെയാ. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. കുട്ടിമണി എത്രയും പെട്ടെന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അവളെ സിജന് വിട്ടുകൊടുക്കണം. അതിന് വെച്ച വെള്ളം താനങ്ങ് വാങ്ങി വെച്ചാ മതി. ഇനി കുട്ടിമണിക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. അവളുടെ ബന്ധുക്കൾ ഞാനും എന്റെ മോളുവാ. ഈ മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. പോലീസും കേസും ബഹളവുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ശ്രമം നടത്തിയതാ അനുരഞ്ജനത്തിന്. പണ്ട് ഹനുമാൻ രാവണന്റെ രാജധാനിയിൽ എത്തിയ പോലെ. ഓ, ദൂതനായിരിക്കും. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി പറഞ്ഞു വിടണ്ടെങ്കിൽ തിരിച്ചു വിട്ടോ. അതാ നല്ലത്. വാലിൽ തീ കൊളുത്തി വിട്ടിട്ട് പിന്നെന്താ ഉണ്ടായെന്ന് നിനക്കറിയാലോ? ലങ്കാദഹനം. മുച്ചൂട് നശിപ്പിച്ചിട്ടാ ഹനുമാൻ തിരിച്ചുവിട്ടത്. അത് വേണോ? ഒരു മാണിക്യമംഗല ദഹനം. പോലീസല്ല പട്ടാളം വന്നാലും കുട്ടിമണി നിങ്ങളെ ആരും തിരിച്ചറിയില്ലല്ലോ. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിമണി തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു കൊലക്കേസ് പ്രതിയായി വിചാരണ നേരിടുന്ന മതികല തട്ടിക്കൊണ്ടുവന്നതാ കുട്ടിമണിയെ. എന്നിട്ട് ഒളിവിൽ താമസിപ്പിച്ചു. ആശുപത്രി രേഖകളിൽ ആൾമാറാട്ടം നടത്തി. ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിനെ കൊണ്ടുവന്നു. അന്യപുരുഷനെ ഈ വീട്ടിൽ കയറ്റി അവൾക്കൊപ്പം താമസിപ്പിച്ചു. കേസുകൾ പലതാ ജലജ. പെട്ടുപോവും നീയും നിന്റെ മോളും. കുറ്റുവാനെ കുറ്റുവാനേന്ന് കുറെ നേരമായിട്ട് കേൾക്കുന്നല്ലോ. ആരാ? ഇത് നിന്റെ അങ്കിളാ മോളെ. അങ്കിളോ? അങ്കിളിന്റെ പേരെന്താ? മഹാദേവൻ തമ്പി. നീ തമ്പി അങ്കിളേന്ന് വിളിച്ചാ മതി. തമ്പി അങ്കിളാ? അതിനേക്കാൾ നല്ലത് തുമ്പി അങ്കിളാ അല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം. നീ എന്ത് വിളിച്ചാലും എനിക്ക് വിരോധമില്ല. മതി മതി വാചോ അടിച്ചത്. കേറി പൊടിയകത്ത്. എന്നോട് കളിച്ചാണില്ല നിന്റെ മൂട്ടിരിച്ചാൻ പറ്റുന്നത്. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ എന്നോട് കൂടുതൽ കളിച്ചെന്നാ നീ ഇന്നോനോ? കൊള്ളാൻ ജലജ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ മര്യാദ പഠിച്ചു തുടങ്ങി. ആട്ടെ, മോൾ അങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ല, രാഹുലൻ വഴക്കു പറയും. ആഹാ, പരിചയം ഇല്ലാത്തവരുടെ കൂടെ പോലെന്നാ രാഹുലൻ പറഞ്ഞേക്കുന്നത്. അതിനിപ്പോ എന്താ നമ്മൾ പരിചയക്കാരായില്ലേ? ഓ അല്ല, ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അപ്പൊ കൂടെ വരുന്നത് ശരിയാണോ? ആണോ? അല്ല, മോള് വരണ്ട. എന്നാലും അങ്കിളിന് സന്തോഷമായി. പഴയതിൽ നിന്നും ഒരുപാട് മാറി ഇവള്. നീ നിന്റെ മോളും സൂക്ഷിച്ചോ. പഴയ ഓർമ്മകളുടെ ഒരു സ്പാർക്കെങ്കിലും ഉള്ളിൽ വീണ ഈ മാണിക്യമംഗലം ചുട്ടരിക്കുന്നതേ ഇവളായിരിക്കും. പിന്നെ കാണാൻ പോളെ. ഞാനേ രാഹുലൻ വരുമ്പോ ചോദിക്കാമേ. തുമ്പി അങ്ങളുടെ കൂടെ പോയിക്കോട്ടെ. മതി മതി മതി. എന്റെ ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെയാണാവോ നടക്കുക. രാഹുലൻ വന്നാലേ രക്ഷയുള്ളൂ. പക്ഷേ കാശ് കൊടുക്കില്ല എന്ന് വാശി പിടിച്ചാ എന്താ ചെയ്യാ? വിളിക്കടി രാഹുലിനെ, വിളിക്കടി. കാശ് കൊടുക്കാന്ന് പറയടി. ഇല്ല നിന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വിളിക്കാം. വിളിക്ക പെട്ടെന്ന് വിളിക്ക. എനിക്ക് ഇടി കൊള്ളാൻ വയ്യ. വേഗം വിളിക്ക.
പിന്നെ നിങ്ങളിവിടെ നിന്നാ മതി. ഞാൻ അകത്ത് കയറി എന്തെങ്കിലും സൂത്രം പറഞ്ഞ് യോഹന്നാനെ പുറത്തിറക്കാം. ആളത് തന്നെയാണോ നിങ്ങളൊന്ന് നോക്ക്. ശരി അച്ചോ. എടോ, ഇവിടെ നിന്ന് തനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? കാഴ്ചയൊക്കെ എവിടെ എന്നാലും കണക്കാ. എടോ, ഉപദ്രവിക്കരുത്. കുറച്ചുകൂടെ നീങ്ങി നിന്ന ഐസൈറ്റ് ക്ലിയർ ആക്കാം. അങ്ങോട്ട് നിൽക്കേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ. ഫാദറിന്റെ കുപ്പായത്തിന്റെ നിറം വരെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. നോക്കണോ നേരെ? എന്താണോ കണ്ടുപിടിക്കുന്നില്ലേ? ഞാൻ നോക്കൂല്ലേ, എന്റെ കോൺസെൻട്രേഷൻ കളയാതെ. യോ പോയി. ഇങ്ങനെയാണോ ഐഡന്റിഫിക്കേഷൻ പരിപാടി നടത്തുന്നത്? തനിക്ക് ആ സ്ത്രീയെ കണ്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ? എന്റെ അച്ഛോ, ഇങ്ങനെയല്ല തിരിച്ചറിൽ പരിപാടി നടത്തേണ്ടത്. ആൾക്കാരെ കൊണ്ടുവന്ന് നിരത്തി നിർത്തണം, എന്നിട്ട് അവരുടെ മുന്നിൽ കൂടി എന്നെ നടത്തിക്കണം. ഇതെന്നെ ഇടപെടാ. മിണ്ടരുത് നീ, സാത്താന്റെ സന്തതി. കുര്യാക്കോസ് അച്ഛൻ എന്നെ സാത്താനാക്കി, ഇപ്പൊ പോളച്ച എന്റെ അപ്പനെ സാത്താനാക്കി. ഇനി എന്റെ വല്യപ്പച്ചനെ സാത്താനാക്കാൻ വേറെ ഏതെങ്കിലും അച്ഛൻ വരുമോ? കോണത്തെ വർത്താനം പറഞ്ഞ മുട്ടുകാൽ കയറ്റി ഞാൻ. ഇല്ല, നിർത്തി. യോഹന്നാൻ പുറത്തു പോയിരിക്കുക. സലോമി ഫോൺ ചെയ്ത് വരുത്താമെന്നാ പറഞ്ഞത്. കുറച്ച് അടുത്തേക്ക് വരുന്ന സലോമിയുടെ പ്രത്യേകം പറയണേച്ചോ. കണ്ണ് യോഹന്നാൻ ഇതുവഴിയാ വരുന്നത്. നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാ മതി. അച്ഛോ, എന്നെ കണ്ട് തിരിച്ചറിയും, ഓടി രക്ഷപ്പെട്ടാലോ? ഓ, കുഞ്ഞിനെയും ഭാര്യ ഇവിടെ ഇട്ടിട്ട് അവൻ എങ്ങനെ ഓടും? അതിനു മുമ്പ് നമ്മൾ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കത്തില്ലയോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ യോഹന്നാൻ തന്നെയാണ് കുഞ്ഞിനെ വാങ്ങിയതെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഇതുവഴി പോയപ്പോ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണെന്ന് പറ, പ്രശ്നം തീർന്നല്ലോ. ആ, അതാ നല്ലത്. അച്ചോ, ആ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളിവിടെ നിൽക്ക്. ശരി. നൗല, നമ്മൾ ഇതുവഴി പോയപ്പോ കയറിയെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവും? കൊച്ചിനെ വാങ്ങുമ്പോ അയാൾ അഡ്രസ് തന്നില്ലായിരുന്നല്ലോ. അതെനിക്കും അറിയാടോ. ഉടനെ പോലീസിനെ വിളിക്കുന്ന അച്ഛൻ പറഞ്ഞപ്പോ പെട്ടെന്ന് വായി തോന്നിയത് പറഞ്ഞതാ. അച്ഛനും കൂടുതൽ ആലോചിച്ച് കാണില്ല. മണ്ടൻ അച്ഛൻ. അല്ല, ഇവരുടെയൊക്കെ ഉപദേശം കേൾക്കുന്ന ഇടവക്കാരെ മുഴുവൻ മണ്ടന്മാരായി പോകല്ലോ എന്റെ കർത്താവേ. അച്ഛൻ മണ്ടനൊന്നും അല്ല ഗീവർഗീസേ, നമ്മൾ ഇത്തിരി കൂടുതൽ ബുദ്ധി കാണിക്കുന്നു മാത്രം. യോഹന്നാൻ തന്നെ തിരിച്ചറിഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. അയാളെ താൻ തിരിച്ചറിയുന്ന നിമിഷം കുഞ്ഞിനെ എടുക്കാനായി ഞാൻ വീട്ടിനകത്തേക്ക് കയറിക്കോളാം. ഞാൻ പുറത്തേക്ക്. താൻ അങ്ങോട്ട് പോവാ. കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തണ്ടേ? കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റും? ഹലോ ചന്തു, നിന്റെ പണി കഴിഞ്ഞോ? ആ, എങ്കിൽ വണ്ടിപ്പറ്റേ തന്നെ നിൽക്കും. മിക്കവാറും അധികം വൈകാതെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. ഞങ്ങൾ ഇതിന്റെ വഴിയിൽ നിന്ന് കയറ്റിക്കോളാം. ഓ, ഒക്കെ പിന്നെ പറയാന്ന്, നേരിട്ട് പറയാം. ഓക്കെ. ആരാ? പോളച്ചിനോടൊപ്പം വന്നതാ. ഏയ്, ആളതല്ല നോല. ഉറപ്പാണോ? ഉറപ്പ്. തിരിച്ചറിയൽ പരേഡ് പോലെ തൊട്ടടുത്തല്ലേ വന്ന് നിന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇച്ചായ ഞാൻ ചായ എടുക്കാം. ഓ വേണ്ട, ഇപ്പൊ വേണ്ട. ആ യോഹന്നാനെ, നിന്റെ കുഞ്ഞിന്റെ അഡോപ്ഷൻ ഡോക്യുമെന്റ്സ് ഇതുവരെ ശരിയായില്ലല്ലേ? 2 ദിവസത്തിനകം ശരിയാവും. അതറിയാനാണോ അച്ഛൻ വന്നേ? അല്ല, നീ എന്റെ കൂട്ടത്തിൽ വന്ന 2 പേരെ കണ്ടോ? ഉവ്വച്ചോ. അവര് നിനക്ക് മുൻപരിചയമുണ്ടോ? ഇല്ല. ഞാൻ അവരെ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ? പിന്നെന്താ, ഇങ്ങ് കയറി പോരെ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഇതല്ലല്ലോ. അല്ലച്ചോ, രണ്ടാ, ഈ പാലും ചാറായവും പോലെ. അച്ചോ,
നമുക്ക് അകത്തോട്ടിരിക്കാം. ഇരിക്കുന്നില്ല യോഹനാനെ, ഇവരുടെ ഒരു ആവശ്യവുമായി ഇറങ്ങിയതാ. കുറെ ദൂരെന്നാ വരവ്. ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സഹായിക്കാൻ സന്തോഷമുള്ളൂ. ഞങ്ങളെ ഒരു കൊച്ചിനെ തപ്പി ഇറങ്ങിയതാ. കൊച്ചിനെ തപ്പിയോ? ആ അതെ, ഇവിടത്തുകാരനായ ഒരു സഭാവിശ്വാസി ഇല്ലീഗലായി അഡോപ്ഷൻ നടത്തി ഒരു കുഞ്ഞിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലാണ് ഇവര്. ഇപ്പോ ഞാനും. ഓ, അപ്പൊ എന്റെ കുഞ്ഞാണോ അതെന്നറിയാമെന്നാണല്ലേ? സത്യം പറയാലോ, അതെ. ലീഗൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്തതിനാൽ യോഹന്നാന് കുഞ്ഞിനെ മാമോദീസ മുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. സലോമിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞാച്ചു അത് പിടച്ചുപറ്റതാ. അവളുടെ ഭാവി പോകുമല്ലോ എന്ന് കരുതി അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴാ ഞാനും സലോമിയും എവിടെന്നെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനിരിക്കുന്ന കാര്യം അവരറിഞ്ഞത്. അവരതിനെ ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ടാണ് രേഖകളൊന്നും ഇല്ലാത്തത്. മാമോദിസ മുക്ക ഇതൊക്കെ വേണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അക്കാര്യമെന്താ ജ്ഞാനസ്നാനം നിഷേധിച്ച അച്ഛനോട് പറയാതിരുന്നത്? എന്തിനാ പഴയ കേന്ദ്രമന്ത്രിയെ കൊണ്ടൊക്കെ വിളിപ്പിച്ചത്? ആ പെങ്കൊച്ചിന്റെ ഭാവിയെ കരുതിയാണച്ചോ. സ്വാധീനം ചെലുത്തി മാമോദിസ മുക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. അതൊട്ട് നടന്നൂല്ല. കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. താനല്ലല്ലോ കുഞ്ഞിനെ വാങ്ങിയത്. ആ കുഞ്ഞിനെ താൻ തന്നെ വളർത്തിക്കോ, അല്ലേ? ഇയാൾ ആരാച്ചോ? ഞങ്ങൾ അന്വേഷിക്കുന്ന കുഞ്ഞിനെ ആർക്കോ വിറ്റത് ഇയാളായിരുന്നു. ഹലോ, ഞാൻ ഗീവർഗീസ്. അച്ചോ, പിഞ്ചു കുഞ്ഞുങ്ങളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ സംഘം തന്നെ ഈ നാട്ടിലുണ്ട്. ദത്തെടുക്കാൻ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നപ്പോ എനിക്കത് ബോധ്യപ്പെട്ടതാ. 3 മാസം മുമ്പ് ഒരുത്തനെന്നെ കാണാൻ വന്നിരുന്നു. കുടുംബത്തിൽ പറഞ്ഞ കുഞ്ഞുണ്ടെന്നും പറഞ്ഞു. 5 ലക്ഷമാ ചോദിച്ചത്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ സ്ഥലം വിട്ടു. പോകുന്നതിന് മുമ്പ് അവൻ എന്നോട് പറയാ, വളർത്താൻ വേണ്ടിയാ വാങ്ങിയത്, അതിന്റെ ഒടുക്കത്തെ കീറ്റിലുകാരനെ വിറ്റേക്കാന്ന് വെച്ചതാണ്. അച്ചോ, അപ്പൊ അത് തന്നെ കൊച്ച്. ഞാനും പൈതൽ മേരെയും കൊച്ചിനെ വിൽക്കാൻ കാരണം ഈ കീറ്റല. ദ്രോഹി, എനിക്ക് നക്കാപ്പിച്ച് തന്നിട്ട് അവൻ 5 ലക്ഷം ചോദിച്ചിരിക്കുന്നു. അയാളിപ്പോ എവിടെ ഉണ്ടെന്നറിയും? ഇല്ല, എന്നാലും എന്നോട് പറഞ്ഞത് എരുമപ്പാറക്കാരനാണെന്നാ. എരുമപ്പാറയോ? അതെ, അതിവിടുന്ന് 10-60 കിലോമീറ്റർ പോണം. സാരമില്ല, ഏത് കച്ചത്തുരുമ്പ് കിട്ടിയാലും പിടിച്ചു നോക്ക്. ഞാൻ അച്ഛൻ വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ ഇന്ന് തന്നെ തിരിക്കുക. അല്ല, അവിടെ ചെന്നിട്ട് നിങ്ങളെങ്ങനെ കുഞ്ഞിനെ കണ്ടുപിടിക്കും? പള്ളി വഴി തന്നെ ശ്രമിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെളിയും. നമുക്ക് നാട്ടിലൊക്കെ പോയി ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ പോരെ? നടക്കണം, ഞാൻ നാട്ടിൽ തന്നെ കൊണ്ടുപോടാ. നാളെയോ മറ്റന്നാളോ എന്നെ വന്നൊന്ന് കാണും. മാമോദീസയുടെ കാര്യം നമുക്ക് ശരിയാക്കാം. ശരിയാച്ചോ. ആ, നീ വന്നോ? നല്ല ശേലായിട്ടുണ്ടല്ലോ. അയ്യോ, നല്ല രസം. അയ്യോ, എന്നെ ക്യാഷ് എടുക്കൂ. ക്യാഷ് എടുക്കാൻ ശീലാവതി ബാങ്കിൽ പോയിരിക്കുക. ഇപ്പൊ വരും. ക്യാഷ് വന്നിട്ട് എന്നെ വിളിച്ചു വരുത്തിയ പോരായിരുന്നോ? 100 കൂട്ടം ജോലി ഉള്ളത് എനിക്ക് അറിയാമോ? എന്തൊക്കെയുണ്ട് കുട്ടിമണി വിശേഷങ്ങൾ? ഇവരിപ്പം നിന്നെ ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലല്ലോ? ഇല്ല. അവളെ എന്നെയാ ഉപദ്രവിക്കുന്നത്, ഞാൻ അവളെ അല്ല. വെരി ഗുഡ്, വെൽ ഡൺ കുട്ടിമണി, വെൽ ഡൺ. കീപ് ഇറ്റ് അപ്പ്. എടാ, ഇവളുടെ ഉപദ്രവം എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയാ ഞാൻ നിനക്ക് കാശ് തരുന്നത്, അല്ലാതെ എന്നെ ദ്രോഹിച്ചതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയല്ല. ക്യാഷ് കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ ജോലി തുടങ്ങിയാൽ മതിയല്ലോ. അതുവരെ അഭിനന്ദിക്കുന്നതിൽ തെറ്റില്ലെന്നാ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. മാഡം, ബാങ്കിൽ നിന്ന് കാശെടുത്തു, കൊടുത്തേക്കട്ടെ. ഇങ്ങിതാ, ഞാൻ കൊടുക്കാം. മോനെ രാഹുല, 1000-ന്റെയാ, ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു കുഴപ്പമില്ല. പകുതി പോരെ രാഹുല? 1 ലക്ഷം ഞാൻ ചോദിച്ചത്, ഇത് തന്നെ അതിന്റെ പകുതിയേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു 40 തരാം, ബാക്കി 10 എനിക്ക് വേണം. അയ്യടാ, 50,000 എനിക്ക് തികച്ചു തന്നെ വേണം. എന്തായാലും ഒരു 5000 കുറച്ച് ഞാൻ തരൂ. എച്ചിത്തരം കാണിക്കല്ലേ മാഡം? എച്ചിത്തരവല്ലടി, ഇതേ TDS ആ. 20,000 രൂപ കൂടുതലുള്ള ട്രാൻസാക്ഷന് TDS നിർബന്ധമാ, അല്ലെങ്കിൽ കേസ് വരും. ശരി ശരി, 5000 എടുത്തിട്ട് ബാക്കി താ.
നന്നായി വരട്ടെ. കുട്ടിമണി നമുക്കിനി മുകളിലേക്ക് പോവാം അല്ലേ? ശിലോ ചേച്ചി, എന്തോ ഞാൻ കൂടി 2 ചായ എടുത്തോണ്ട് വാ. എന്താ ശബ്ദത്തിന് പതിവില്ലാത്തൊരു കടുപ്പം? ഇപ്പൊ ഞാൻ ഒഫീഷ്യലി ജോലിക്ക് ജോയിൻ ചെയ്തല്ലോ. ഇനിയിപ്പോ കാര്യങ്ങളെ കുറച്ച് കടുക്കും. വാ കുട്ടിമണി. ചായ പറ്റുന്ന വേണം. നീയും സൂക്ഷിച്ചോ. പാമ്പിനാ പാല് കൊടുത്തതെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. പിന്നെ കാര്യമായിട്ടെന്തോ തെരയാണെന്ന് തോന്നുന്നല്ലോ. അല്ല, അത് പിന്നെ ഞാനേ തേക്കാൻ തുണി വല്ലതും ഉണ്ടോന്ന് നോക്കുവല്ലേ. തേക്കാനുള്ള തുണി മുഴുവൻ ഞാൻ നിന്നെ കൊണ്ട് തേപ്പിച്ച് കഴിഞ്ഞായിരുന്നല്ലോ. അല്ല അല്ല, ഇവിടെ ജോലി കുറവായതുകൊണ്ട് നീ പണി വല്ലതും അന്വേഷിച്ചിറങ്ങിയതാണോ? അല്ല, എല്ലാം തേച്ചത് തന്നെ. പക്ഷെ ചില ഡ്രസ്സിലൊക്കെ കഞ്ഞി മുക്കണം, അല്ലെങ്കിൽ വടിവുണ്ടാവത്തില്ല. അതുകൊണ്ടാ. നല്ല വടിവും വിരിവുമുള്ള ഒരു പ്രമാണമാണ് നീ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയാവുള്ളൂ. ഈ വീട്ടിൽ അത് തെരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്റെ വക്കീലിനോട് പറഞ്ഞ നീ കേട്ടില്ലായിരുന്നു? നിന്റെ അച്ഛൻ തന്ന പ്രമാണം സേഫ് ആയിട്ട് ഞാൻ ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ പ്രമാണമാണ് തെരഞ്ഞെന്ന് രവേട്ടിന് വെറുതെ തോന്നുന്നതാ. ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന അവസ്ഥ എന്റേത്. ഞാൻ നല്ലത് ചെയ്താലും എല്ലാരും അതിൽ ദോഷമേ കാണത്തുള്ളൂ. നീയായിട്ടെ നല്ലതൊന്നും ചെയ്യണ്ട. ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യും. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രവിയേട്ടന്റെ അടിമയാ ഞാൻ. ഈ വീട്ടിലുള്ളവര് എന്ത് പറഞ്ഞാലും ചെയ്യും. എന്നെ എന്ത് ചെയ്താലും അത് ഞാൻ സഹിക്കും. ആഹാ, എന്ത് ചെയ്താലും നീ സഹിക്കോ? സഹിക്കും. ഓ, എങ്കിലേ അതെനിക്കൊന്ന് പരീക്ഷിക്കണം. പരീക്ഷിച്ചോളൂ. രവിയേട്ടന്റെ മുമ്പിൽ തന്നെ നിൽക്കുമല്ലേ ഞാൻ. പരീക്ഷിക്കാനോ? ഇപ്പോ എന്താ ഞാൻ ചെയ്യുക? അത് തന്നെ ചെയ്യാം. നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയില് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണല്ലോ അത്. അതോ ഇപ്പൊ എനിക്ക് ബോധ്യമായി നീ എന്തും സഹിക്കുമെന്ന്. നീ എന്റെ അടിമ തന്നെയാ. ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ ഈ നോട്ടം കണ്ടാലറിയാം, നിന്റെ ഉള്ളിലെരിയുന്ന കനലിന് ഈ കുടുംബത്തെ മുഴുവൻ ചുട്ടരിക്കാനുള്ള ശേഷിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആ കനലില് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതെന്നേക്കുമായിട്ടൊന്ന് അണഞ്ഞു കിട്ടാൻ. ഒഴിച്ചോളൂ. നിങ്ങളുടെ ശ്രമം കൊണ്ട് എന്റെ പാപങ്ങൾ കഴുകി കളയണോ എനിക്ക്? എങ്കിലേ നീ കൂടി ചെല്ല്. നിന്റെ കുറെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി അപ്പച്ചിയമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. കയ്യിലൊരു കുഴമ്പിന്റെ കുപ്പിയൊക്കെ ഉണ്ട്. ചെല്ലടേ കൂടെ. എടി മൂദേവി, എടി മതികലേ, ഒന്നിങ്ങോട്ട് വാടി. നിന്റെ കാലിൽ ഞാൻ തിരുമ്മി തരാം സുഭദ്രേ. അയ്യോ വേണ്ടായേ, നിങ്ങൾ തിരുമ്മിയാ പോകുന്ന വേദനയല്ല ഇത്. എടി മൂദേവി. അപ്പച്ചമ്മ വിളിച്ചായിരുന്നോ? വിളിച്ചടി, കൊറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. കാലി വേദന എടുത്ത് ചത്താലും വരില്ലല്ലോടി നീ. 1 മണിക്കൂറായില്ലേടി നിന്നോട് ഞാൻ ഇത്തിരി കുഴമ്പ് ചൂടാക്കാൻ പറഞ്ഞിട്ട്.
ചൂടാക്കാൻ കുഴമ്പെടുത്തോണ്ട് വന്നപ്പോ അപ്പച്ചിയമ്മയല്ലേ പറഞ്ഞത് പുറത്ത് കിടക്കുന്ന തുണികളൊക്കെ അകത്തെടുത്ത് മടക്കി വെക്കാൻ. എന്നിട്ട് നീ തുണി മടക്കി വെച്ചോ? മടക്കിക്കൊണ്ടിരുന്നപ്പോ അപ്പച്ചിയമ്മ പറഞ്ഞില്ലേ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ. എന്നിട്ട് നീ പാത്രം കഴുകിയോ? പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴല്ലേ അപ്പച്ചിയമ്മ രവിയേട്ടന്റെ ഷർട്ടൊക്കെ തേച്ച് വെക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഷർട്ടൊക്കെ തേച്ച് വെച്ചോ? കുറച്ച് തേച്ച് കഴിഞ്ഞ് അലമാരയിൽ വെക്കുമ്പോഴാ രവിയേട്ടൻ വന്നതേ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. സയൻസ് ചെയ്തതിൻ്റെതായിരിക്കും കരണത്ത് ചുവന്ന് തടുത്ത് കിടക്കുന്നത്. എടി മൂദേവി, നീ മുറി കയറിയ ഉടനെ രവിയെ വിളിച്ച് നീ പ്രമാണം തപ്പുകയാണെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാടി. എന്തിനാ അപ്പച്ചിയമ്മ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മനസ്സിലായില്ലേ? ഇതുപോലെ നിന്റെ കവിളത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടാൻ നീ നോക്കിക്കോടി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ കാലും തിരുമിയില്ല, തുണിയും മടക്കിയില്ല, പാത്രവും കഴുകിയില്ല, തേച്ചും വച്ചില്ല. എന്നിട്ട് മിഴിച്ചിരിക്കുന്ന കണ്ടില്ലോ. മൂക്കുമുട്ട തിന്നാ മാത്രം പോരാ, മെയ്യ് അല്ലെങ്കിൽ പണിയെടുക്കണം. ഒന്ന് നിർത്ത് സുഭദ്ര, ആരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ചെയ്യി പറഞ്ഞ പണിയൊക്കെ. എടി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയല്ലേ ഇതൊക്കെ? നിനക്ക് കൂടെ കലമോളെ സഹായിച്ചോടി. അയ്യടാ, ഒരു കൊലമോള്. അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ ഈ പെണ്ണിന്റെ അടുത്ത് നിങ്ങൾ ഒക്കത്തോട്ട് വെച്ചോ. ഇതേ ഇവിടെ തലയിൽ കട്ടിച്ചോണ്ട് പോകും. എനിക്ക് വേണ്ടി വാദിച്ച് അപ്പച്ചിയപ്പം വെറുതെ ചീത്ത കേക്കണ്ട. ഒക്കെ എന്റെ വിധിയാ. പൂങ്കണ്ടിനെടുക്കാതെ ജോലി ചെയ്യടി. ഞാൻ കുഴമ്പ് ചൂടാക്കട്ടെ. ആദ്യം പോയി പാത്രം കഴിയടി. ശരി അപ്പച്ചമ്മ. ശരി അപ്പച്ചമ്മ. ദേ, തെക്കേ അയ്യത്ത് മണ്ട പോയ ഒരു തെങ്ങ് നിപ്പില്ലേ, അതൊന്ന് വെട്ടിയിടാൻ ആ ശശികുട്ടനെ വിളിക്കണം. എത്ര കാലമായിട്ട് അവിടെ നിൽക്കാതെ ഇപ്പൊ എന്തിനാ വെട്ടുന്ന്? വെട്ടിയിട്ടാലല്ലേ എവളെ കൊണ്ടത് കീറി വിറവാക്കാൻ പറ്റും. ഒന്ന് വെറുതെ ഇരിക്കുക സുഭദ്രെ. നല്ല കരുത്തുള്ള ആണുങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. പറ്റത്തില്ലെന്ന് അവള് പറയട്ടെ, വിവരം അറിയും. ഞാൻ രവി ഒന്ന് കണ്ടിട്ട് വരാം. എടി മൂദേവി, തുണി മടക്കിയോടി. പാത്രം കഴുകാൻ തുടങ്ങും അപ്പച്ചമ്മ. ഡാൻസ് കളിക്കാതെ വേഗം കൊണ്ട് കഴുകടി. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാ പതേറ്റുന്ന അവൻ. നീ അവക്കിട്ടൊന്ന് പൊട്ടിച്ചു അല്ലേ? നന്നായി മക്കളെ, അപ്പച്ചമ്മക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒടുക്കത്തെ നാടകം കാണുമ്പോ ആരായാലും അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചു പോവും അപ്പച്ചമ്മേ. ആ വക്കീല് വന്നതോടെ കള്ളത്തരെല്ലാം പൊളിഞ്ഞെന്ന് അവൾക്ക് അങ്ങോട്ട് മനസ്സിലായി. എന്നിട്ടും അവൾ അഭിനയിക്കുന്നത് കാണുമ്പോഴാ. അല്ല, അവൾ എന്താ നമ്മളെ പറ്റി വിചാരിച്ചത്? നമ്മളിവിടെ ഉള്ളവരെല്ലാം വെറും പൊട്ടന്മാരും പൊട്ടികളുമാണെന്നോ? ഇനി അവളെ കുറച്ചുകൂടെ കൂടുതൽ കുരുക്കണം മക്കളെ. നിന്ന് തിരിയാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കരുത്. അവള് പൊയ്ക്കോളാന്ന് പറഞ്ഞാലും വിടരുത്. ഇവിടെ തന്നെ തളച്ചിടണം. അതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ശിക്ഷ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവളിവിടുന്ന് പോകത്തില്ല അപ്പച്ചമ്മേ. കുഞ്ഞുമണിയുടെ പേരിലുള്ള സ്വത്ത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. പിന്നെ അതിന്റെ കൈവശാവകാശക്കാരനായി എന്നെ അവൾക്ക് വേണം. വക്കീല് വന്ന് പ്രമാണത്തിന്റെ കോപ്പി ചോദിച്ചതോടെ എനിക്കതങ്ങോട്ട് പൂർണ്ണമായിട്ടും ബോധ്യമായി. തിരിച്ചൊരു കേസ് കൊടുക്കണമെങ്കിൽ പോലും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണ്ടേ? തിരിച്ച് കേസ് കൊടുത്താൽ പ്രശ്നമാവോ മക്കളെ? ഒരു പ്രശ്നവും വരാത്ത അത്ര സ്ട്രോങ് ആയിട്ടാ അച്ഛനെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് സ്വന്തമായി ഉണ്ടാക്കിയ സ്വത്തുവകകൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ അധികാരമുണ്ട്. പരമ്പരാഗതമായി കൈവശം വന്നത് മാത്രമേ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. അങ്ങനെയാണല്ലേ? അതെ. അച്ഛന്റെ സ്വത്തുക്കളിൽ കൂടുതലും അച്ഛൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ലാത്തത് തീരെ കുറവാ. ഇനി വേറൊരു രഹസ്യം കൂടി ഞാൻ അപ്പച്ചമ്മയോട് പറയാം. രഹസ്യമാണോ? എന്താ അപ്പച്ചമ്മ? അല്ല, ആ രാക്ഷസി വന്ന് പതുങ്ങി നിപ്പോണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടേലും എനിക്ക് മണ്ണാൻ കട്ടിയ അപ്പച്ചമ്മ. വലിയ ബിസിനസ്സുകാരൊക്കെ ആവുമ്പോ കുറെ കടങ്ങൾ അവര് നിലനിർത്തിയിരിക്കും. ഈ ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. അച്ഛനുണ്ട് അത്തരം ചില വലിയ ലോണുകൾ. അതിനൊക്കെ ഈട് കൊടുത്തിരിക്കുന്നത് പാരമ്പര്യമായി കിട്ടിയ വസ്തുവകകളാണ്. മതിയെ അമ്മയും കൂടെ കേസ് കൊടുത്താൽ അച്ഛൻ ലോൺ അടയ്ക്കൽ അങ്ങോട്ട് നിർത്തും. നയാ പൈസ കയ്യിലില്ലാത്ത തള്ളയ്ക്ക് മോക്കും ബാധ്യതയുള്ള വസ്തു കൈ കിട്ടിയിട്ട് എന്നാത്തിനാ?
ഓ തമ്പി സാറിന്റെ ബുദ്ധി ഉഗ്രൻ. അച്ഛന്റെ ബുദ്ധിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ പ്രമാണം വായിച്ചാലേ കുരുക്കഴിക്കാൻ പറ്റൂന്ന് മതികലയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവളെ കൊണ്ട് വായിപ്പിക്കാം. അസത്ത് എടി ജന്തു, പാത്രം കഴിഞ്ഞോടി? കഴിഞ്ഞു. ഞാൻ തുണി മടക്കുക അപ്പച്ചമ്മ. വേഗം മടക്കി വെച്ചിട്ട് കുഴമ്പെടുത്തോണ്ട് വാടി അങ്ങോട്ട്. ആ ശരി. നടക്കട്ടെ നടക്കട്ടെ. നോക്കിക്കോ മക്കളെ, അവളെ ഞാൻ ശരിയാ. മതി, വയറ് നിറഞ്ഞു. ഇത് കുറച്ചുകൂടി നേരത്തെ പറയൂന്നാ ഞാൻ കരുതിയത്. ഇന്ന് പതിവില്ലാതെ കൂടുതൽ കഴിച്ചു. ആ, കട്ടിൽ നിന്ന് എഴുന്നേക്കാറാവുമ്പോഴേക്കും ഞാൻ തടിച്ച അങ്കിൾ ബണ്ണിനെ പോലെ ആവുമായിരിക്കും അല്ലേ? ഏയ്, അങ്ങനെ വണ്ണം വെക്കുന്ന രീതിയിലൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല ബാലേട്ടൻ. പിന്നെ പൊണ്ണത്തടിയനാവാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. മോളെന്തി? ബാലേട്ടൻ ബാലേട്ടൻ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് തന്നെയാണോ ചോദിച്ചത്? അവളല്ലാതെ വേറെ ആരാ ഈ വീട്ടിൽ മോളായിട്ടുള്ളത്? ഞാനിപ്പൊ കൊണ്ടുവരാൻ ബാലേട്ട, അവൾ ഉറങ്ങുക. ഏയ്, എങ്കിലും ഉണർത്തണ്ട. രാവിലെ ഇത്തിരി നേരം എന്റെ മടിയിൽ വെച്ച് തന്നാ മതി. അപ്പച്ചിപ്പം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് സീതേ. ഇനി മനസ്സിലെ തടസ്സങ്ങൾ നീങ്ങി കുഞ്ഞുമണിയെ സ്നേഹിക്കാനുള്ള കാലമാണ്. ശരീരത്തിന്റെ അവശതകളേക്കാൾ വേദനിപ്പിക്കുന്നത് മനസ്സിന്റെ അസ്വസ്ഥതകളാണ്. 2 കാര്യങ്ങൾ ഞാൻ രവിയോട് പറഞ്ഞിരുന്നു. അതിന് രണ്ടിനും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കലമോൾ ഇവിടെ താമസിക്കുന്നത് ബാലേട്ടന് ഇഷ്ടമില്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. രവിയോട് ബാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം അവളെ ഇറക്കി വിടണമെന്നാണെന്നും എനിക്കറിയാം. ശരിയാ. തമ്പിസാറിന്റെ സ്വത്തുക്കൾ കുഞ്ഞുമണിയുടെ പേരിലായതുകൊണ്ട് മതികളെ ഇറക്കി വിടുന്നത് ന്യായമല്ലെന്ന വാദം അവൻ്റേത്. എനിക്കതങ്ങോട്ട് ഒട്ടും ദഹിക്കുന്നില്ല. പക്ഷെ ബാലേട്ട, അവള് പഴയതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു പരാതിയില്ലാതെ അവൾ ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്നത്. ആയിരിക്കാം. പക്ഷേ ഈ തറവാട്ടിൽ വേലക്കാരുടെ ആവശ്യം തീരെയില്ല. പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന വീട്ടുകാർ തന്നെ ധാരാളം. ഒരു വീടാവുമ്പോ ഗൃഹനാഥന്റെ താല്പര്യം മാത്രം നടത്തിയാൽ മതിയോ? മറ്റംഗങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണനയിലെടുക്കുന്ന ആളല്ലേ ഒരു നല്ല ഗൃഹനാഥൻ. എന്റെ ബാലേട്ടന് അവളെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള കാലം വന്നതുപോലെ കലയ്ക്കൊഴിഞ്ഞു പോവാനും വരും ഒരു കാലം. ഇനി രവിയോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഏതാന്ന് ബാലേട്ടൻ തന്നെ പറയും. അത് സിജന്റെയും കുട്ടിമണിയുടെയും കാര്യമാണ്. എവിടെയാ അവര്? കുട്ടിമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടെന്നും അവളെയും കൂട്ടി സിജൻ ചികിത്സയ്ക്ക് പോയെന്നും മാത്രമേ എല്ലാവർക്കും അറിയൂ. എവിടെയാ ചികിത്സ നടക്കുന്നത്? അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടോ? സിജൻ എന്താ നമ്മളെയൊന്നും വിളിക്കാത്തത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരം ആരുടെയും പക്കലില്ല താനും. രവി സിജനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അന്വേഷിച്ചിറങ്ങണം. അവരെവിടെയുണ്ടെന്ന് പിച്ചനക്കറിയാതിരിക്കില്ല. അവനെ കണ്ടുപിടിക്കണം. ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഞാൻ രവിയോട് പറയാൻ ബാലേട്ട, രാവിലെ ആവട്ടെ. ശരി. ഉണന്നോടാ? ഇല്ല, അമ്മ എടുക്കാലോ. ഓ ഓ ഓ ഓ എന്തിനാ? എന്റെ മോള നീ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആരും ഒന്ന് ചോദിച്ചാൽ കേട്ടോ?
ദേ നോക്കിയേ രാഹുല, ഒട്ടോന്ന്. അയ്യേ ഇത് കുട്ടിമണി എന്നല്ല, കുട്ടമണി എന്നാ. കുട്ടമണിയാ? കുട്ടമണി കൊള്ളാം, നല്ല പേര്. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? ദേ പൂജമേ, എന്നെ കളിയാക്കേണ്ടല്ലോ. ഒരൊറ്റ കുറ്റം വെച്ചേര്, തന്നെ പേനമുണ്ട് പറഞ്ഞേക്കാം. പോട്ടെ കുട്ടിമണി, ശീലാതി ചേച്ചി നമ്മുടെ സ്വന്തം ആളല്ലേ. ആണോ? എന്നാ ഞാൻ ക്ഷമിച്ചിരുന്നു. അതെ, ഒന്നുകൂടെ എഴുതിക്കേ കുട്ടിമണി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എഴുത്. ഈ എഴുത്ത് വായനയൊക്കെ എന്നാ പാടാന്ന്. എഴുത് എഴുതു മോളെ, എഴുത്. കുട്ടിമണി എഴുത്. കുട്ടിമണി. എടാ രാഹുല, ഇവളെ ചൊൽപ്പടിക്ക് നിർത്താനും ഞാനും എന്റെ മോളും പറയുന്നത് അനുസരിപ്പിക്കാനും വേണ്ടിട്ടാ നിനക്ക് ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇവളെ പഠിപ്പിച്ച് IAS കാര്യാക്കാൻ വേണ്ടിയല്ല. ഒന്ന് പഠിപ്പിച്ചു നോക്കാം മാഡം. ഇനി എങ്ങനെ IAS കിട്ടിപ്പോയാലോ? കിട്ടിയത് തന്നെ. സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാൻ വയ്യാത്തവള ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടാൻ പോകുന്നത്. ഞാൻ ഒപ്പിടുന്ന കാണണോ? അതിന് ഒപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോടി പൊട്ടിമണി? അതൊക്കെ എനിക്കറിയാം. വായിക്കാൻ വയ്യാത്ത പോലെ പേരെഴുന്നല്ലേ ഒപ്പ്. അയ്യോ എന്തൊരു ബുദ്ധി അല്ലേ മാഡം. ഇതെന്റെ പേര്, ഞാൻ എഴുതിയതാ. ഇനി ഞാൻ ഒപ്പിടാം. കാണിച്ച ഇതല്ലേ ഒപ്പ്? കണ്ടോ എന്റെ ബുദ്ധി? കണ്ടോ? കലക്കി കുട്ടിമണി, ഇനി ഇത് തന്നെ നിന്റെ ഒപ്പ്. IAS കിട്ടി കളക്ടറായി കഴിയുമ്പോഴേ എന്തുമാത്രം പേപ്പറിൽ ഒപ്പിടേണ്ടി വരും അറിയാമോ? എല്ലാത്തിലും നമുക്കിനി ഈ ഒപ്പിട്ടാ മതി കേട്ടോ. അയ്യോ, അങ്ങനെ ആവശ്യമില്ലാത്ത പേപ്പറിലൊന്നും ഒപ്പിടരുത് കേട്ടോ. അത് മുതലെടുത്ത് നേട്ടമുണ്ടാക്കുന്നവരുണ്ടാവും. നീ എന്താടാ മൊന വെച്ച് സംസാരിക്കുന്നത്? ഇവളുടെ ഒപ്പ് കിട്ടിയിട്ട് ആർക്കെന്ത് നേട്ടമാ ഉണ്ടാകുന്നത്? അയ്യോ, ഞാനൊരു ലോകതത്വം പറഞ്ഞതാ മാഡം. പൊതുവെ ഈ ലോകം ശരിയല്ലല്ലോ. നിന്റെ തത്വജ്ഞാനം ഒക്കെ കുട്ടിമണിന്റെ അടുത്ത് മതി. ഞാൻ നിന്റെ മാഡവാ, അത് മറക്കണ്ട. ശരി മാഡം. മാഡമാണത്രേ മാഡം. നീ എന്താടാ രാഹുല അമ്മച്ചി എന്നുള്ള വിളി മാറ്റിയത്? അതാ അവർക്ക് ചേരുന്നു. ഇതിന് കാശൊക്കെ തരുന്നതല്ലേ, കുറച്ചു ദിവസം ബഹുമാനിച്ചേക്കാം. ഓ അങ്ങനെ. എങ്കിൽ പിന്നെ നീ അവരെ അമ്മച്ചി മാഡം ഒന്ന് വിളിച്ചാ മതി. മാജോടിക്കാതെ പോയിരുന്ന് എഴുതി. കുട്ടിമണി തന്നെ പറ, കുട്ടിമണിക്ക് എന്താ എഴുതണ്ടേ? മതി മതി, അത് മതി. രാക്ഷസി. നോക്കണേ. അങ്ങനെ എഴുതി പഠിക്കും. കുട്ടിമണി ഒപ്പിടാൻ പഠിച്ച സ്ഥിതിക്ക് അത് വെച്ചെന്തെങ്കിലും കളി നടക്കുവോ? മതി, വിളിക്കുമ്പോ ചോദിക്കാം. ഓക്കെ സർ, ഐ വിൽ കോൾ ബാക്ക്. ഷുവർ സർ. പുതിയ പ്രശ്നമായാണോ രണ്ടാളുടെയും വരവ്? വരണോ വേണ്ടിയെന്ന് പലവട്ടം ആലോചിച്ചു മാഡം. എന്നിട്ടാണ് ഞാൻ വിളിച്ചത്. അയ്യപ്പൻകുട്ടി സാർ വീണതോടെ ആശ്രയിക്കാൻ നമുക്ക് വേറെ ആരും ഇല്ലാതായി. ശരി, മനസ്സിൽ ഞാൻ കാര്യം പറ. മതികല തന്നെയാ പ്രശ്നം. എന്റെ കുട്ടുവിനെ അവൾ മാണിക്യമംഗലത്ത് പിടിച്ചു വെച്ചേക്കോ മാഡം. പിടിച്ചു വെച്ചിരിക്കുന്നോ? നിങ്ങളവളെ പോയി കണ്ടില്ലേ? കണ്ടിട്ട് കാര്യല്ലേ മാഡം. ഒരു അപകടം പറ്റി കുട്ടിമണി പെങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. മനസ്സിജം ബായിയെ സ്വന്തം കുഞ്ഞിനെ പോലും കണ്ട പെങ്ങൾ തിരിച്ചറിയില്ലേ. മൈ ഗോഡ്, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? മനസ്സിജനെതിരെ സീത ഫയൽ ചെയ്ത കേസുകളൊക്കെ പിൻവലിച്ചപ്പോ നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. സ്വസ്ഥതയും സമാധാനവും ഒന്നും ഈ ജീവിതത്തിൽ എനിക്ക് വിധിച്ചിട്ടില്ല മാഡം. ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം, എന്നാലും എന്നെ സഹായിക്കണം. എന്റെ കുട്ടുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതിപ്പോ പോലീസ് ഇടപെടേണ്ട വിഷയമാണോ? ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിമണി പെങ്ങളെ അവര് കൊണ്ടുപോയത് നാടകം കളിച്ച അതൊരു കുറ്റകൃത്യമല്ല മാഡം.
മാഡം SP സാറിനോട് മാഡം ഒന്ന് സംസാരിക്കണം. അറിയാലോ, മതികയുടെ അങ്കിളും ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാ. SP സാറിനോട് ഞാനെന്താ സംസാരിക്കേണ്ടത്? നിങ്ങൾ രണ്ടുപേരും നല്ല പാർട്ടികളാ. ഒരാൾ ഒന്നിലധികം കേസിൽ പ്രതിയായ ആൾ, മറ്റേയാൾ കള്ളൻ. ആ പരിപാടിയൊക്കെ നിർത്തി മാഡം. ഞാനിപ്പോ പച്ചക്കറി വിറ്റാ ജീവിക്കുന്നതെന്ന് മാഡത്തിന് അറിയാലോ. ഓവ് തന്റെ വണ്ടി ഇപ്പൊ കാണാനില്ലെന്ന് സെർവന്റ് പറയുന്ന കേട്ടു. പിന്നെയും പഴയ തൊഴിൽ തുടങ്ങിയോ? ഇല്ല മാഡം, മനസ്സിജൻ അതിന്റെ കാര്യങ്ങളായിട്ട് ഓടി നടക്കായിരുന്നു. അതാ പച്ചക്കറി എടുക്കാത്തത്. ഉടനെ വീണ്ടും കളത്തിലിറങ്ങും മാഡം. ശരി ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അയ്യപ്പൻകുട്ടി സാറിനെ രക്ഷിച്ച ആളുടെ കേസാണെന്ന് ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ശരി. അവരെന്താ ബായി പോലീസ് ഇടപെടേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചത്? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ല. വെറും കുടുംബ വഴക്കായി കണക്കാക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് പിച്ചളെ. വയലൂരം വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രം തീർത്താൽ പോരല്ലോ അവർക്ക്. അതിനല്ലല്ലോ സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ബായി ഒന്ന് വെറുതെ ഇരിക്കും. വയലോരം വീടും കൂടി ഉൾപ്പെട്ടതാ കേരളം. അപ്പം സർക്കാരിന് ഇടപെട്ടേ പറ്റൂ. പോലീസിനുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അതവര് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങും, അത്ര തന്നെ. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. വരൂ. ബൈ. സർ, അയ്യപ്പൻകുട്ടി സാറിന് വളരെ വേണ്ടപ്പെട്ടവരാ. നമസ്കാരം സാർ. ഇയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അയ്യപ്പൻകുട്ടിയുടെ ഇൻഫോമർ അല്ലേ? അതെ. മനസ്സിജനും അയ്യപ്പൻകുട്ടി സാറിന്റെ സഹായി തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ മുംതാസ് പറഞ്ഞു. ഇത് വെറും ഒരു ഫാമിലി ഗഡ്ജിന്റെ പേരിലുള്ള പരാതിയല്ലല്ലോ. അയ്യോ, ഒരിക്കലുമല്ല സാറേ. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള എൻ്റെ ഭാര്യയെ എനിക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് മതികലയുടേത്. ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതിലൊന്നും ക്രിമിനൽ കുറ്റം ചുമത്താൻ പറ്റില്ല. വി ഹാവ് ലിമിറ്റേഷൻസ്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെയാ കേസെടുക്കുന്നത്? Yeah.